കെഎസ്ആർടിസിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിച്ചാൽ സ്വകാര്യ ബസ് സർവീസ് നിലയ്ക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സ്വകാര്യ മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ച് സർക്കാർ ചർച്ച ചെയ്തില്ല. സ്വകാര്യ ബസ് മേഖലയെ സർക്കാർ അവഗണിച്ചെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ പറഞ്ഞു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ലെന്നും നിങ്ങൾക്കും ഇതിലൊരു പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടാവും, നിങ്ങൾക്ക് വലിയ ആശങ്കകൾ ഇതിൽ വേണ്ടാവും, നിങ്ങളുടെ കാര്യവും പരിഗണിക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ നിമിഷം വരെ ഞങ്ങളുമായിട്ടൊരു ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ വിഷയങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചോ പറയാൻ ഇതുവരെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രഖ്യാപനം ഉണ്ടായാൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ബസ്സുകൾക്ക് നാളെ മുതൽ ഇത് പ്രഖ്യാപിച്ച അന്നു മുതൽ തന്നെ ഓടാൻ കഴിയാത്ത, അതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഓടാൻ കഴിയാത്ത സ്ഥിതി വരും. ബാക്കി ജില്ലകളിലും അധികം വൈകാതെ തന്നെ ഞങ്ങൾക്കിത് ഓടാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുക. സ്വകാര്യ ബസ് ഉടമകളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ പരിശോധിക്കുമെന്ന് CP ജോൺ. നമ്മൾ ഈ സ്വകാര്യ ബസ്സിനെ നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു അജണ്ടയല്ല. അത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞതാണ്, ഒന്നും കൂടെ പറയാം. സ്വകാര്യ ബസ് എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ വ്യക്തികൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് ബസ്സുകൾ, അത്രയേ ഉള്ളൂ. ഞാനതിനെ പബ്ലിക് ട്രാൻസ്പോർട്ട് വിഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. അവരോട് ഒരു തരത്തിലുള്ള വിവേചനവും മിനിസ്റ്റർ എന്നുള്ള എൻ്റെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യും. വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, എന്തായാലും ന്യായമായ ഒരു ആശങ്ക തന്നെയാണ് ഈ സ്വകാര്യ ബസ് ഉടമകളുടേത്. എന്തായാലും വിഷയം അറിഞ്ഞാൽ പരിശോധിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. എങ്ങനെ വിലയിരുത്താം ഇതിനെ? സോന, പ്രധാനമായും ഈ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ തന്നെ അവരുടെ ഒരു പ്രകടന പത്രികയിലുണ്ടായിരുന്ന പ്രധാന വാഗ്ദാനമായിരുന്നു KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർഡിനറി ബസ്സിൽ മാത്രം ഈ മാസം 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകൾ തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം സ്വകാര്യ ബസ് മേഖല നിലക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുമെന്നാണ് സ്വകാര്യ ബസ് മേഖല ഉടമകളുടെ അസോസിയേഷൻ ഭാരവാഹികളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മേഖലകളിലാണ്. കാരണം ജൂൺ 15 തന്നെ സ്വകാര്യ ബസ്സുകളെല്ലാം സർവീസ് നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കടക്കും. ഇത്തരം വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി VD സതീശനെയും അതേപോലെ തന്നെ ഗതാഗത മന്ത്രി CP ജോണിനെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളെല്ലാം തന്നെ പോയി കണ്ടിരുന്നു. ആ സമയത്തെല്ലാം നിരവധി വാഗ്ദാനങ്ങൾ ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. പ്രധാനമായും സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന ഉറപ്പായിരുന്നു നൽകിയത്. എന്നാൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംബന്ധിച്ചോ ആ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ചോ യാതൊരു പരാമർശവും മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നതാണ് സ്വകാര്യ ബസ് ഓണേഴ്സിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും കടക്കാൻ തന്നെയാണ് സ്വകാര്യ ബസ് മേഖല ഓണേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നാളെ തൃശ്ശൂരിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമെന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ അതിനുശേഷം ഈ സ്വകാര്യ ബസ് മേഖലയിലുള്ള എല്ലാ സംഘടനകളെയും യോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ദിനംപ്രതി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ബസ് ജീവനക്കാർക്കുള്ള ശമ്പളം അടക്കം വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സ്വകാര്യ ബസ് മേഖല പോകും. അതിനാൽ തന്നെ സ്വകാര്യ ബസ് മേഖല തകരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അത് കേരളത്തിലെ പൊതുഗതാഗതത്തെ ബാധിക്കും. അത് സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിക്കുക എന്ന കാര്യവും സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി സച്ചിൻ, എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് പോകാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. സച്ചിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.